ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഐശ്വര്യ കുമാർ. സോ ഇതെൻ്റെ ഫസ്റ്റ് ഹൊറിസോണ്ടൽ ടൈപ്പ് ഇൻട്രോ വീഡിയോ ആണ് കേട്ടോ. ഇൻട്രോ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഒരു കണക്കിലാണെങ്കിൽ പറയാം. കാരണം ഞാൻ ഇതുവരെ എവിടെ എൻ്റെ പേരും, അതായത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് ഞാൻ എവിടെയും ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇങ്ങനെ എടുക്കുന്നത്. സോ അപ്പം ഇന്ന് ഈ വീഡിയോ ഈ 4:30 മണിക്ക് രാവിലെ, വെളുപ്പംകാലത്ത് രാവിലെ 4:30 മണിക്ക് ഞാൻ ഈ എടുക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ചേർന്ന് പോണ്ടിച്ചേരി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്നെ അറിയാത്ത ആൾക്കാരോട്, ഞാനിവിടെ ചെന്നൈയിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, MSc ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ചെന്നൈയിൽ നിന്നും പോണ്ടിയിലോട്ട് പോകുന്ന ആ ഒരു എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതേപോലെ ചെന്നൈയിലുള്ളവർക്ക് പോണ്ടിച്ചേരി പോകാൻ അറിയാത്ത ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതേപോലെ തന്നെ ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം സോ സോറി. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഇങ്ങനെ എടുക്കുന്നത്, അതുകൊണ്ട് എടുക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ നിന്നിട്ട് വോയിസ് ഓവർ ഇടുകയാണ് കേട്ടോ. ചില വീഡിയോസിലൊക്കെ ആണെങ്കിൽ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നിട്ട് വോയിസ് ഓവർ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ 4:30 എന്തോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 5-5:15 ആയിട്ടാണ് കേട്ടോ ബസ് കിട്ടിയത്. SRMൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ബസ് കിട്ടിയത്. അതായത് കീളമ്പാക്കത്തു നിന്നാണ് ബസ് എടുക്കുന്നത്. അത് നേരെ SRMൻ്റെ ഫ്രണ്ടിൽ കൂടാണ് പോകുന്നത്. സോ SRMൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കയറാൻ പറ്റും. പെർ ഹെഡ് 125 രൂപയാണ്. ഇതൊരു 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ സ്ഥലമൊന്നും കാണാൻ പറ്റിയിട്ടില്ല, കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഓറോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ ഒരു ഓട്ടോയിലാണ് പോയത്. അതായത് ഞങ്ങളൊരു 8 പേരുണ്ടായിരുന്നു ഗൈസ്. അവരെയൊക്കെ ഞങ്ങൾ ആ ഓട്ടോ ചേട്ടൻ ഞങ്ങളെ കയറ്റി വിട്ടു. പിന്നെ ഞങ്ങൾ നേരെ ഓറോവിലെത്തി. പിന്നെ എൻ്റെ കുറച്ച് വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കേശവനാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഓറോവിൽ. അപ്പോൾ ഓറോവിലിനകത്ത് കയറാൻ 2 വഴികളുണ്ട്. അതായത് നേരത്തെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് അവർ നേരത്തെ കയറ്റി വിടും. അല്ലാണ്ട് ബുക്ക് ചെയ്യാത്തവരാണെങ്കിൽ 9 മണി കഴിഞ്ഞ് ഫ്രീ പാസ് എന്തോ ഉണ്ട്. ഞങ്ങൾക്ക് ബുക്കിങ്ങിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ 9 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ കയറ്റി വിട്ടത്. ഇത് ജസ്റ്റ് ഒരു എൻട്രൻസ് പോലെയാണ്. ഇതിനകത്തേക്ക് മീൻസ് ഒരു 1.5 കിലോമീറ്റർ ഓളം നടക്കാനുണ്ട്. അതായത് പുറത്തുകൂടെ തന്നെ ഇത് കണ്ടില്ലേ, 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഇതിനിടയ്ക്കിടയ്ക്ക് പല പല സ്ഥലങ്ങളും കാണാനുണ്ട്. അവിടെയൊക്കെ എൻട്രി ഫീസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്ത് കയറി കാണാമെന്ന് പറഞ്ഞാൽ ഫുള്ളി കൾച്ചറലായിട്ടുള്ള സംഭവങ്ങളും ആർട്ടും പെയിൻറ്റിങ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. സോ അതൊന്നും ഞങ്ങൾ കാണാൻ നിൽക്കാതെ ഞങ്ങൾ നേരെ ഓറോവിലേക്ക് പോകാൻ തീരുമാനിച്ചു ഗൈസ്. ഞങ്ങളിതേ കണ്ടില്ലേ, 8 പേരാണ്. നേരത്തെ മുന്നേ പോയ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അയാളും കൂടി ചേർത്താണ് 8 പേര് പറഞ്ഞത്. പിന്നെ നല്ല രസമുള്ള സ്ഥലമായിരുന്നു ഗൈസ്. അത് കാരണം ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഓറോവിൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അതായത് ഇതൊരു മെഡിറ്റേഷൻ പോലത്തെ സ്ഥലമൊക്കെയാണ്. നമ്മൾ 1.5 കിലോമീറ്റർ നടന്നപ്പോഴത്തേക്കും വല്ലാണ്ട് കുഴഞ്ഞത് കാരണം അവിടെ നിന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് ബസ്സിൽ തന്നെയാണ് തിരിച്ച് വന്നിറങ്ങിയത്. പിന്നെ ഗൈസ്, ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോണ്ടി പോയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല ഗൈസ്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ നമ്മളതൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ കണ്ടിന്യൂ ചെയ്തത് ഞാൻ തന്നെയാണ് ഗൈസ്. പിന്നെ ഈ കാണുന്നതൊക്കെ ഒരു അകത്തുള്ള കടകളാണ് കേട്ടോ. ഓറോവിലിനൊക്കെ പുറത്തൊക്കെ ആയിട്ടുള്ള ഒരു കടകളാണ്. അതായത് എൻട്രൻസിൻ്റെ ഭാഗത്തുള്ള കടകളാണ് കേട്ടോ. അവിടെ കുറേ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. അതൊക്കെ നമുക്ക് അട്രാക്ഷന് മാത്രം കാണാൻ പറ്റുള്ളൂ. പിന്നെ ഗൈസ്, ഈ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഞങ്ങൾ അകത്ത് കയറിയിട്ട് എന്ത് ഫുഡ് കഴിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഗൈസ്. കാരണം രാവിലെ നല്ലോണം ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. രാവിലെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നല്ല ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. സോ വിശപ്പൊന്നും ഇല്ലായിരുന്നു. അതേപോലെ തന്നെ SRMൽ നിന്ന് ഞങ്ങൾ ബസ് കയറിയിട്ട് പോണ്ടിയിൽ ഏകദേശം, അതായത് ഓറോവിലെത്തിയത് ഏകദേശം ഒരു 7:40 ആയിട്ടാണ്. സോ 2-2.5 മണിക്കൂറൊക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വിശപ്പ് അത്ര ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ലൈറ്റായിട്ട് ഒരു ഉഴുന്നോടെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ ഞാൻ നേരത്തെ ഓറോവിൽ എന്ന് പറഞ്ഞിട്ടൊരു ബോൾ പോലെ, അതായത് ഒരു ഡോം ഷേപ്പ്ഡായിട്ടുള്ള ഒരു സാധനം കാണിച്ചു തന്നിട്ടില്ലേ, അതിൻ്റെ പേര് മേത്രി മന്ദിർ എന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഓട്ടോയും പിടിച്ച് ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ പോണ്ടി ബസ് കയറി പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി ഗൈസ്. ബിസ്മില്ല എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോഴേക്കും ഏകദേശം 1 മണി 1:45 ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഒരു അടുത്ത ഓട്ടോ പിടിച്ച് നേരെ ഫ്രഞ്ച് കോളനിയിലേക്ക് പോയി. അതായത് റോക്ക് ബീച്ചും ഫ്രഞ്ച് കോളനിയും ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് ഗൈസ്, തൊട്ടടുത്താണെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. പിന്നെ ഈ കാണുന്നതൊക്കെ പോണ്ടിയിലെ സ്ഥലങ്ങളാണ് കേട്ടോ. അതായത് വൈറ്റ് ടൗൺ എത്തിയിട്ടില്ല, അതിന് മുന്നേ ഉള്ള നമ്മൾ ഈ പോകുന്ന വഴികളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഫ്രഞ്ച് കോളനിയിലെത്തി ഗൈസ്. നല്ല സൂപ്പർ സ്ഥലമാണ് ഗൈസ്. ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്, കുറേ നടക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും എവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ.
ഗൈസ് അതുമല്ല, ഒരു ദിവസം ടൈം ലിമിറ്റ് കാരണം ഞങ്ങൾക്ക് എല്ലാ ഇടമൊന്നും ഓടിച്ചെന്ന് കാണാനൊന്നും പറ്റിയില്ല ഗൈസ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. മാംഗ്രൂവ് ഫോറസ്റ്റ്, പിന്നെ സെറനിറ്റി ബീച്ച്, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു, പോകാൻ സമയമില്ലാത്തത് കാരണം. കുറച്ചൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ റോക്ക് ബീച്ചിലേക്ക് ഏകദേശം എത്തിയപ്പോൾ തന്നെ 6 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്, കണ്ടില്ലേ? 6 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കുറേ നേരം ബീച്ചിൻ്റെയൊക്കെ ഫ്രണ്ടിലിരുന്നു. പിന്നെ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെയും കണ്ടുമുട്ടി. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറേ നേരം നടന്ന് പോണ്ടിച്ചേരിയിൽ ഏകദേശം ആ ഒരു ഭാഗം കണ്ടു തീർന്നപ്പോൾ തന്നെ 6, 6:30, 7 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഗൈസ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മദീന എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി ഗൈസ്. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്, 10:30 ആവാറായപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോയി ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ഈ ഔട്ട്രോ ഞാൻ പിറ്റേന്നാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോണ്ടിയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 12 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങിപ്പോയി ഗൈസ്. പിന്നെ ലാസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ മീൻസ് ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു ടൈം ലിമിറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒരു മാക്സിമം പോയ ഒരു 3 സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു. ഞാനതൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.